പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഓസ്ട്രേലിയയിൽ ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു മൃഗമുണ്ട്. അതാണ് കങ്കാരു. ഇത് കണ്ടോ? ഈ കങ്കാരു ഈ ലോകത്തിൽ ഓസ്ട്രേലിയയിൽ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ ഒരു വലിയ തോട്ടത്തിൽ, അതായത് വിസ്താരമായ ഒരു ഏരിയയിൽ ഇവയെ വളർത്തുന്നു. എല്ലാവർക്കും വന്ന് അതിൻ്റെ കൂടെ നിൽക്കാം, അതിന് ഭക്ഷണം കൊടുക്കാം, ഒന്നിനും ഒരു തടസ്സവുമില്ല. വളരെ രസകരമായ അത്ഭുതകരമായ ഒരു മൃഗമാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ ആനിമലാണെന്ന് പറയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യരെ നോക്കുകയാണെങ്കിൽ ഒരാളെക്കാൾ മറ്റൊരാളുടെ മുഖം മാറിയിരിക്കും. കണ്ണുകളുടെ ആകൃതിക്ക് മാറ്റമുണ്ട്, കൈരേഖയ്ക്കും മാറ്റമുണ്ട് എന്നെല്ലാം നാം കാണുന്നുണ്ടല്ലേ? ഇത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ അനുഗ്രഹീതമായ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ശരി, ദൈവം ഇന്നെനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ? യിരെമ്യാവ് 31-ാം 4-ാം വാക്യം. ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ, മകളെ, ഞാൻ വീണ്ടും നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങളുടെ ജീവിതം തകർന്നിരിക്കുന്നുണ്ടാകും, നിങ്ങളുടെ ബിസിനസ് തകർന്നിരിക്കുന്നുണ്ടാകും, നിങ്ങളുടെ ശുശ്രൂഷ തകർന്നിരിക്കുന്നുണ്ടാകും, മക്കളുടെ ജീവിതം തകർന്നിരിക്കുന്നുണ്ടാകും. ഏതോ ഒരു കാര്യത്തിൽ തകർന്നിരിക്കുന്ന സ്ഥിതിയിൽ വീണ്ടും കെട്ടിപ്പടുക്കാനാകുമോ എന്ന് ദുഃഖിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇരിക്കുകയാകും. ദൈവം ഇന്ന് വാക്ക് തരുന്നു, നീ വീണ്ടും അഭിവൃദ്ധിപ്പെടും, ഞാൻ വീണ്ടും നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും എന്ന് ദൈവം പറയുന്നു. നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും, മക്കളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങളുടെ ശുശ്രൂഷ അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ ജീവിതം വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് വാക്ക് തരുന്നു. കാരണം നമുക്ക് വീണ്ടും അനുഗ്രഹമുണ്ടാക്കുവാനാണ് ദൈവം മനുഷ്യനായി യേശുവായി ജനിച്ച് കുരിശിൽ തന്നെ ബലി അർപ്പിച്ചത്. മനുഷ്യൻ ദൈവത്തോടടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നു. ആദാമും ഹവ്വയും ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ രോഗങ്ങളില്ല, ഭയമില്ലായിരുന്നു, ഭാവിയെക്കുറിച്ചുള്ള ഭയമില്ലായിരുന്നു. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ജീവിച്ചു. സാത്താൻ അവരുടെ ജീവിതത്തിൽ നുഴഞ്ഞ് പാപത്തെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ തകർത്തു. ഇടിഞ്ഞുപോയ മനുഷ്യന്റെ ജീവിതത്തെ വീണ്ടും ദൈവത്തോടുള്ള ബന്ധത്തെ കെട്ടിപ്പടുക്കുവാനായി യേശു മനുഷ്യനായി പിറന്ന് രക്ഷകനായി വന്ന് കുരിശിൽ മരിച്ച് ഇടിഞ്ഞുപോയ ബന്ധത്തെ വീണ്ടും കെട്ടിപ്പടുത്തു. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തോട് ഒത്തുപോകുവാൻ സാധിക്കൂ. നമ്മുടെ സമാധാനവും ഉപജീവന മാർഗവും വീണ്ടും അഭിവൃദ്ധിപ്പെടുത്താനാകും. അതിനാണ് യേശു വന്നത്. ആ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തുമെന്ന്. വിശ്വസിക്കുമോ നിങ്ങൾ? വിശ്വാസത്തോടെ പറയൂ, ദൈവമേ, അങ്ങ് വാക്ക് തന്നത് പ്രകാരം വീണ്ടും എന്നെ അഭിവൃദ്ധിപ്പെടുത്തും. എന്റെ മക്കളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തും. എന്റെ തൊഴിലും എന്റെ ജോലിയും എന്റെ ഉപജീവന മാർഗവും വീണ്ടും കെട്ടിപ്പടുത്തുമെന്ന് വിശ്വാസത്തോടെ പറയൂ. ഇന്നു മുതൽ മാറ്റം കാണുന്നതായിരിക്കും. ദൈവമേ, അങ്ങ് വാക്ക് തന്നത് പ്രകാരം എന്നെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞാൻ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.